ാണ് ആർക്കൊക്കെ പരിക്ക് പറ്റിയെന്നറിയാൻ, ആരൊക്കെ ഷഹീദായെന്നറിയാൻ. ഉഹദ് രണാങ്കണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു സ്വഹാബി വിളിക്കുന്നു, യാ റസൂലല്ലാഹ് റഅസി അലാ റിജ്ലീക്, തങ്ങളെ അവിടുത്തെ കാൽപാദത്തിന്റെ മേലെ ഞാൻ എന്റെ ശിരസ്സൊന്ന് വെച്ചോട്ടെ തങ്ങളെ, ഞാൻ എന്റെ തല അവിടുത്തെ കാൽപാദത്തിന്റെ മേലെ ഒന്ന് വെച്ചോട്ടെ തങ്ങളെ. രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, ശരീരം വലിച്ചഴയ്ക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അതാ ഹബീബായ തങ്ങൾ അടുത്തു ചെന്നപ്പോൾ പറഞ്ഞു, തങ്ങളെ റഅസി അലാ റിജ്ലൈക്, അതാ എന്റെ തല തങ്ങളുടെ പാദത്തിന്റെ മേലെ വെച്ചോട്ടെ നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം ഒന്നുയരുകയാണ്. സ്വഹാബി തല വലിച്ച കാൽപാദത്തിന്റെ മേലെ വെക്കുകയാണ്. ഫഫാറഖത് ദുനിയാ, അപ്പോൾ തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്തൊരു ഭാഗ്യമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് ആകാശമണ്ഡലങ്ങൾ മുഴുവനും കഴിഞ്ഞ് ബഹറുൻ നൂർ കഴിഞ്ഞ് സിദ്റത്തുൽ മുന്തഹയിലേക്ക് ചെല്ലുമ്പോഴും ചെരുപ്പൂരൂന്ന് പറയപ്പെടാത്ത നേതാവിന്റെ കാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേറാജ് അല്ലാഹുവിലേക്കാണെങ്കിൽ നമ്മുടെ മേറാജ് നബി തങ്ങളുടെ കാൽപാദത്തിന്റെ കീഴിലേക്കാണ്. അവിടുത്തെ ചെരുപ്പ് ലോകത്തുള്ള ഭരണാധികാരികളുടെ കിരീടത്തെക്കാൾ മൂല്യമുള്ളതാണ്. ഒരു ഭരണാധികാരിയുടെയും കിരീടത്തിന്റെ രൂപം വരച്ചാരും സ്നേഹിക്കുന്നില്ല, അതിനെ ഇഷ്ടം വെച്ചിവിടെ ആരും കഥ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് കിട്ടിയതിനാൽ ഇബ്നു മസ്ഊദ് തങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഹാമിലുന ഇലൈ റസൂലില്ലാഹ്. അപ്പോഴാണ് യൂസുഫ് നബ്ഹാനി തങ്ങൾ പറഞ്ഞത്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് മുത്താൻ കഴിഞ്ഞില്ല, ആ കാലിലൊട്ടിക്കിടന്ന ചെരുപ്പ് മുത്താൻ കിട്ടിയില്ല. അവിടുത്തെ ചെരുപ്പിന്റെ രൂപം ഞാനൊന്ന് വരച്ചപ്പോൾ ലമ്മാ റഅയ്തു മിസാല നഅലിൽ മുസ്തഫാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം അത് കണ്ടപ്പോൾ എനിക്ക് വലിയ ആനന്ദമായി. എന്നിട്ട് മഹാനായ യൂസുഫ് നബ്ഹാനി മക്കയിലെ വലിയ മുഹദ്ദിസായിരുന്നു. മഹാനവറുകൾ പറയുകയാണ്, സഈദ് ബിൻ മസ്ഊദിൻ ബി ഖിദ്മത്തി നഅലിഹി وأنا السعيد بخدمتي لمثالها. ഇബ്നു മസ്ഊദ് തങ്ങൾ ചെരുപ്പ് കൊണ്ട് രക്ഷപ്പെട്ടു, എനിക്ക് ആ ചെരുപ്പും കിട്ടിയില്ല. അതിന്റെ രൂപത്തെ ഞാൻ സ്നേഹിച്ചു എന്ന കാരണത്താൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞപ്പോഴാണ് സഅദത്തുദ്ദാറൈനിയുടെ 427-ാമത്തെ പേജിൽ കാണാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. അപ്പോൾ അവിടുത്തെ കീശയിൽ 2 പേന കാണുന്നുണ്ട്, ഒന്ന് മഷിയുള്ളതാണ്, ഒന്ന് തീർന്നതാണ്. ചോദിച്ചു, തങ്ങളെ അതിൽ നിന്നൊരു പേന എനിക്ക് തരുമോ, എന്റെ കഫൻ പുടവയിൽ വെക്കാനാണ്. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഹാദാ ലി ശൈഖ് സഈദ്, ഇത് ശൈഖ് സഈദിനുള്ള പേനയാണ്, ഇത് ശൈഖ് സഈദിനുള്ള പേനയാണ്. അപ്പോൾ ആരാണ് ഈ ശൈഖ് സഈദ് എന്നറിയാതെ ഗുരുവര്യർ ഇമാം യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ ഉസ്താദുമാരോട് ചോദിച്ചു, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളല്ലേ പാടിയത് വഅന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപമെടുത്തിട്ട് ഞാൻ സഈദായി, ഞാൻ ജയിച്ചവനായി എന്ന് പാടിയില്ലേ? നിങ്ങൾ തന്നെയാണ് ശൈഖ് സഈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ ബറക്കത്തെടുത്ത മഹാന്മാർ. അനസ് ബിൻ മാലിക് തങ്ങളെ അറിയില്ലേ? 10 കൊല്ലത്തിലേറെ സേവനം ചെയ്ത അനസ് ബിൻ മാലിക് തങ്ങൾ, നബി തങ്ങൾ കൊടുത്ത ചെറിയൊരു വടിയുണ്ട് കയ്യിൽ, അത് ചാരത്ത് വെക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വിശുദ്ധ കേശമുണ്ട്, അത് നാവിന്റെ അടിയിൽ വെക്കണമെന്ന് പറഞ്ഞ് ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ? ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങൾ ഖബറടക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത ലിസാനിഹി എന്ന് ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെച്ച് പഠിപ്പിച്ചു തന്നില്ലേ? അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞതെന്താണ്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ, എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് അന ഖുവൈദിമുക ഉനൈസ്, ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കൊച്ചു സേവകനായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞിട്ടല്ലേ അനസ് ബിൻ മാലിക് തങ്ങളെ യാത്രയായത്? അതാഗ്രഹിച്ചിട്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പോയത്? പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ മദ്ഹ് നന്നായി ചൊല്ലണം, അവിടുത്തോട് വലിയ മഹബത്ത് വെക്കണം. ഞാനൊന്ന് ആലോചിച്ചു പോയി, നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്താൻ എന്താണ് ഒരാഗ്രഹം, ഒരു മാർഗമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കാൻ അവസരം കിട്ടുമോ? അപ്പോഴാണ് ആലോചിച്ചത് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ നിന്ന് മാറിത്തരൂലല്ലോ, പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ്? അല്ല, അവിടുത്തേക്കുള്ള വിരിപ്പുകൾ ഒന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പോഴാണ് ആലോചിച്ചു പോയത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിട്ടുതരൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് വരുന്നവരെ ഒന്ന് വിളിക്കാൻ ഇല്ല, ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ മാറിത്തരൂലല്ലോ. അവിടുത്തെ അടുത്തൊന്ന് ചെന്നു നിൽക്കാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂലല്ലോ. അവിടുത്തെ പ്രകീർത്തനമൊന്ന് പാടാൻ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളും ഇമാം ബുസീരി തങ്ങളും അടക്കമുള്ളവരവിടെ നിൽക്കുകയല്ലേ? അങ്ങനെ മുത്തുനബി തങ്ങളുടെ അടുത്ത് ചെല്ലാൻ വല്ല വഴിയുമുണ്ടോന്ന് നോക്കുമ്പോ എല്ലാ വഴിയിലും ലക്ഷോപലക്ഷങ്ങളാണ്. അവിടുത്തെ അടുത്തേക്ക് ചെല്ലാൻ ഒരർഹതയും കാണുന്നില്ല, ഒരു യോഗ്യതയും അറിയുന്നില്ല. അവസാനം ഒരാഗ്രഹമുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിവാഉൽ ഹംദുമായി സ്വർഗ്ഗം തുറക്കാൻ പോകുന്ന നേരത്ത് ഹബീബായ തങ്ങള് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും സാധുക്കളായ നമ്മെ ഒന്ന് കിടത്തി കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകൊണ്ട് ഒന്ന് തട്ടി കിട്ടിയാൽ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളത് പിന്നോട്ട് തട്ടൂല, ഉമറുൽ ഫാറൂഖ് തങ്ങള് പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാവരും സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കിടന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലുകൊണ്ടൊരു തട്ട് കിട്ടി. ഉമറുൽ ഫാറൂഖ് തങ്ങളൊന്ന് തട്ടിയിട്ട് അല്പം മുന്നോട്ട് നീങ്ങി. അങ്ങനെ എല്ലാ സ്വഹാബിമാരും നടന്നു നീങ്ങി. അവരുടെ കാൽക്കലെല്ലാം തട്ടി 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 അല്പം മുന്നോട്ട് നീങ്ങി. ഇമാമീങ്ങൾ നാലും വലിയ മഹബത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവരുടെ കാലുകൊണ്ടെങ്കിലും ഒരു തട്ട് കിട്ടി നീങ്ങി. അങ്ങനെ അവസാനം ഉമറുൽ ഖാദി തങ്ങളും മുദ്ദാഹി ത്വാഹ ലാഹിഖാ അവരെല്ലാം ചേർന്നു കഴിയുമ്പോൾ
അവരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും അവരുടെ കാലുകൊണ്ട് തട്ടിക്കിട്ടിയിട്ടെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള പറുദീസയുടെ ലോകത്ത് സ്വർഗത്തിന്റെ അകത്തളത്തിൽ ഹബീബായ തങ്ങളെ കാണാവുന്നൊരു നിലക്ക് അവിടുത്തെ അബ്ഹാമിനൽ ഖമരിത്താം അതാ എന്തൊരു ശോഭയാണ്, അവിടുത്തെ മുഖത്തിനെന്തൊരു കാന്തിയാണ് മോനെ. റസൂലുള്ളാഹി തങ്ങളെ കണ്ടവന് ലോകത്ത് വേറെ ഒരു കാഴ്ചയും സൗന്ദര്യമുള്ളതല്ല. ഹബീബായ തങ്ങളെ കണ്ടവർക്ക് ലോകത്ത് വേറെ ഒരു കാഴ്ചയും സൗന്ദര്യമുള്ളതല്ല. അല്ലാഹ് ആ നിലക്ക് കാമിലായ ഒരു കാഴ്ച ഹബീബിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് തവണ കനവിലും നിനവിലും ഹില്ലിലും ഹറമിലും ഞങ്ങൾക്കൊന്ന് നൽകണം അല്ലാഹ്. ഞങ്ങൾ മൗലിദോദാൻ ഇറങ്ങിയത്, ബുറുദയുടെ പ്രചരണം നടത്തിയത്, അതിന്റെ വേദികളിൽ ഞങ്ങൾ ഓടിച്ചെന്നത് ഹബീബിനെ ഇഷ്ടം വെച്ചിട്ടാണ്. ഞങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കണമെന്നറിയില്ലെങ്കിലും സ്നേഹിക്കണമെന്നൊരാഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇമാം ബുസീരി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഇമാമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് ഹബീബിലേക്കൊന്ന് ചേർത്ത് ഒരു തവണയെങ്കിലും അല്ല ഒരുപാട് തവണ ഹബീബിലേക്ക് ഞങ്ങൾക്ക് ഒരു നുറിയത്ത് നൽകണേ അല്ലാഹ്. അവിടുന്ന് ഇനായത്തിന്റെ ഒരു നളറൊരു നോട്ടം ഞങ്ങളിലേക്ക് നീ നൽകണേ അല്ലാഹ്. ഒരുപാട് ചെറുപ്പക്കാര് സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് പറഞ്ഞ ഈ മജ്ലിസിൽ ഏതെങ്കിലും യുവാക്കളുടെ ഖൽബിൽ അന്യപെണ്ണിനോട് അവിഹിതമായ സ്നേഹമുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അതിനെ തോൽപ്പിച്ച് ആ യുവാക്കളുടെ മനസ്സിൽ മുത്തുനബി തങ്ങളോടുള്ള ഹുബ്ബ് നിറച്ച് അവരെയും ഞങ്ങളെയും നീ ഹിദായത്തിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ ഖൽബിൽ അന്യപുരുഷന്മാരോട് ഹുബ്ബ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ശുദ്ധമായ മഹബ്ബത്തിന്റെ നൂറുകൊണ്ട് അൻവാറുകൊണ്ട് അവരുടെ ഖൽബിൽ നിന്ന് അന്യപുരുഷന്മാരോടുള്ള ഹുബ്ബ് നീക്കിയിട്ട് ഹബീബിലേക്കുള്ള താഹിറായ ഹുബ്ബ് നീ നൽകണേ അല്ലാഹ്. ഇത് അൻവാറുകൾ പെയ്യുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. ഇത് നാളെ പരലോകത്ത് ചെല്ലുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തു ചേരാനൊരു കാരണമാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ലക്ഷക്കണക്കിന് ആളുകൾ മദീനത്തിപ്പോ സലാം പറയുകയാണ്. ഹജ്ജിന്റെ വേളയാണ്. ആരെത്ര എതിർത്താലും മദീനത്ത് ആളൊഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിങ്ങനെ ലക്ഷങ്ങൾ വരുന്ന സമയമാണ്. ഈ മജ്ലിസിൽ നിൽക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് പോയവർക്ക് ഇനിയും, പോകാത്തവർക്ക് വേഗം അവിടുത്തെ മുവാജഹത്തിൽ പോയി സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ വന്ന് മുത്തുനബി തങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്കും ആ കൂട്ടത്തിലൊന്ന് ചേർന്ന് ഹബീബിലേക്ക് സലാം പറയാൻ, ഒരുപാട് തവണ ചെല്ലാൻ, അവസാനമെങ്കിലും അവിടെ ചെന്ന് സലാം പറയുന്ന നേരത്ത് മടക്കുന്നതൊന്ന് കേൾക്കാൻ അവസരം നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഈ മജ്ലിസ് ഒരു അല്പസമയം മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ഹബീബിലേക്ക് ഖൽബ് തിരിച്ചു വെക്കണം. അതിനിടയിൽ ആരും ഫോൺ അറ്റൻഡ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ സമയം കളയാതെ ഈ നല്ല ഒരു രാത്രിയിൽ
ഇത്രയേറെ മുഅ്മിനീങ്ങൾ കൂടി ഈ മജ്ലിസിൽ ഇവിടെ വെച്ച് നമുക്ക് മുത്തുനബി തങ്ങളോടുള്ള ഹുബ്ബ് ചോദിക്കണം, അല്ലാഹുവോട് ചോദിക്കണം, ഹബീബിലേക്ക് ചേരണം. ഇത് വെറുതെ ആകരുത്. ഞാൻ വഅദ് പറയാൻ അർഹനല്ല, ഹസൻ ബസരി തങ്ങൾ ചെയ്ത പണി ചെയ്യാൻ ഞാനൊന്നിനും അർഹനല്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചെയ്ത അമലാണ് വഅദ് പറയൽ. അവരുടെ ചെരുപ്പിന്റെ അടിയിലെ മണ്ണാകാനും വിലയില്ലാത്ത ഞങ്ങൾ വഅദ് പറയാൻ അർഹരല്ല. അഹ്മദുൽ കബീർ തങ്ങൾ ചെയ്ത അമലാണ് വഅദ് പറയൽ. അവര് വലിയ ശുദ്ധിയുള്ള വ്യക്തിത്വങ്ങളാണ്, അവരുടെ വഅദാണ്. ഞങ്ങൾക്കത് പറയാൻ അർഹതയില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ തങ്ങളുടെ വഅദ് കൊണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സാലിഹുൽ മുർരി തങ്ങളുടെ വഅദ് കൊണ്ട്, ബഹുമാനപ്പെട്ട ഇമാം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വഅദ് കൊണ്ട്, ഹസനുൽ ബസരി തങ്ങളുടെ വഅദ് കൊണ്ട് എത്ര ആളുകളാണ് നന്നായി പോയത്, ഹിദായത്ത് കിട്ടിപ്പോയത്. ഞങ്ങളതൊന്നും പറയാൻ അർഹരല്ല. ആ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞ കാരണത്താൽ ഈ മജ്ലിസ് ഹിദായത്തിന്റെ മജ്ലിസാക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങളിൽ നന്മയിലേക്കുള്ള വെളിച്ചം നൽകണേ അല്ലാഹ്. ഈ കൂടിയതിൽ വല്ല ചെറുപ്പക്കാരും മദ്യം നുണഞ്ഞവരുണ്ടെങ്കിൽ ഇനി അതിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാഹ്. വല്ല തെറ്റിലും കുടുങ്ങിയവരുണ്ടെങ്കിൽ സലാമത്ത് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ഈ കൂടിയ മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാവരും നല്ല ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലണം. അവസാനം അല്ലാഹുവിനോട് യാ ലത്തീഫ് ചൊല്ലിയിട്ടൊന്ന് ദുആ ചെയ്യണം. ദുആ കഴിയാതെ ആരും പിരിയരുത്. ദുആ റബ്ബിനോടുള്ള ചോദ്യമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അല്ലേ ഇബാദത്തിന്റെ പ്രധാന ഭാഗം. അപ്പൊ റബ്ബിനോട് ചോദിക്കുകയാണ്. നമ്മുടെ റബ്ബിനൊരു പ്രത്യേകതയുണ്ട്, അഥവാ അല്ലാഹുവിന് ചോദിക്കും തോറും അവന് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവന് മാത്രമേ തരാൻ അധികാരമുള്ളൂ, അവന് മാത്രമേ തരാൻ ഉടമസ്ഥതയുള്ളൂ. അവൻ ഔദാര്യവാനാണ്. അല്ല ഇല്ലെന്ന് പറയുന്നവർക്കും ശ്വാസം കൊടുത്തത് അവൻ തന്നെയാണ്. അപ്പോഴെത്ര വലിയ ഔദാര്യവാനാണ്. അപ്പോൾ അവനോട് കേഴുകയാണ്. അല്ലാ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.